ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി അല്ലേ. എന്നത്തെയും പോലെയല്ല, ഈ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് സ്മാർട്ടായിട്ടാണ് കേട്ടോ ഷോപ്പ് ചെയ്തിട്ടുള്ളത്. അതിന് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ നമ്മൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ നമുക്ക് സേവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. അൺനെസസറി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്തു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ വീട്ടിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു ചെറിയ ലിസ്റ്റ് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം ചെറിയൊരു ലിസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒന്നാമത്തെ ഒരു ട്രിക്കായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് സാധനങ്ങൾ കാണുമ്പോൾ അൺനെസസറി ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിച്ച് കൂട്ടാനുള്ള ടെൻഡൻസി നമുക്ക് കൂടും. അപ്പോൾ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങാതെ ആയിട്ട് അത് വരും. നമുക്ക് ഒരുപാട് പൈസ ചിലവാകുകയും ചെയ്യും. അപ്പോൾ ആദ്യം ചിലവ് കുറയ്ക്കാനായിട്ട് ഈ ഒരു കാര്യം ചെയ്തു വെക്കുക. ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിപ്പയർ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ബാഗ്, കിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റിപ്പയർ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ബുക്സും കാര്യങ്ങളും വെക്കുന്ന അറകളിൻ്റെ ഉള്ളിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ സിബ് പോയത് അല്ലെങ്കിൽ നെറ്റ് വലിഞ്ഞത് ഇതൊക്കെ നമുക്ക് റിപ്പയർ ഷോപ്പ് കൊണ്ട് കൊടുത്താൽ അവർ നല്ല വൃത്തിക്ക് തന്നെ അത് ശരിയാക്കി തരും. ഈ ഒരു ബാഗ് കഴിഞ്ഞ വർഷം യൂസ് ചെയ്തതാണ്. ഇതിന് 2 സിബ് മാത്രമേ റിപ്പയർ ചെയ്തിട്ടുള്ളൂ. അതിനാകെ എനിക്ക് വന്ന ചിലവെന്ന് പറഞ്ഞാൽ 120 രൂപയാണ് കേട്ടോ. 120 രൂപയ്ക്ക് എനിക്ക് അതൊക്കെ ഒന്ന് സ്റ്റിച്ചൊക്കെ ഒന്ന് ശരിയാക്കി തന്നു. ഇനി അടുത്തൊരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഓൾഡ് സ്റ്റേഷനറി ഐറ്റംസ് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുന്ന കളേഴ്സ്, പെൻസിൽസ്, ക്രയോൺസ്, പിന്നെ ഗമ്മ് അങ്ങനെയുള്ള സാധനങ്ങൾ ബാലൻസ് വരുന്നതൊക്കെ ഓരോ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ക്യാഷ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ എൻ്റെ കയ്യിൽ കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. എല്ലാം ഞാനിങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നിനും ചിലപ്പോൾ ചെറിയ പൈസ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇതെല്ലാം കൂടെ വാങ്ങുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് നമുക്ക് നഷ്ടമായിട്ട് വരും. അപ്പോൾ ഇത് തീരുന്നവരെ ഇത് യൂസ് ചെയ്യാം. പിന്നെ തീരുന്നതിനനുസരിച്ച് ഓരോന്നായിട്ട് വാങ്ങിച്ചാലും മതിയല്ലോ. അപ്പോൾ ഈ പെൻസിൽ കളറിൻ്റെതൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോൾ 1.5 വർഷത്തോളമായിട്ടോ. ആദ്യം ഞാൻ കാണിച്ച ഡോംസിൻ്റെ ആ ഒരു വലിയ ബോക്സ് 1.5 വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ്. കുട്ടികൾക്ക് അത് തന്നെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഈ ഒരു ഡോംസിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഒക്കെ എന്ന് വെച്ചാൽ ഒന്ന് മതി. ഒരു 3 വർഷത്തോളം അത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ചാപ്റ്റർ വാക്സിലെ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എക്സാമിൻ്റെ സമയത്തൊക്കെ ആവശ്യമായിട്ട് വരുള്ളൂ. ആവശ്യമുള്ള സമയത്ത് അവർക്ക് കൊടുക്കുക. അല്ലാത്ത സമയത്ത് നമ്മളത് എടുത്ത് സൂക്ഷിക്കുക. സ്ഥിരമായിട്ട് അവരുടെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഡാമേജ് ആയി പോകാനും ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മൾ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയതിന് ശേഷം ഷോപ്പിങ്ങിന് വേണ്ടി പോകുകയാണ് കേട്ടോ. നമ്മൾ പോകുന്നത് കാലിക്കറ്റ് മിഠായി തെരുവിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്കൊരു ഇൻഡക്ഷൻ കുക്കർ നന്നാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോപ്പിൽ കയറി ആ ഒരു ഇൻഡക്ഷൻ കുക്കർ അവിടെ ഏൽപ്പിച്ചു. പിന്നെ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം മിഠായി തെരുവിലുള്ള ഓയാസിസിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് അവിടുത്തെ കളക്ഷൻസ്. ഇതിനും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഓരോ കടകളിലും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. നമ്മൾ തിരഞ്ഞ് പിടിച്ച് വാങ്ങുക എന്നുള്ളതാണ് ഒരു ടാസ്ക് കേട്ടോ. നമ്മൾ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. പിന്നെ മൊബൈലിന് പൗച്ചൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് 8 മണിയോട് കൂടി വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ പ്രാവശ്യം പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇത്ര സാധനത്തിൻ്റെ ആവശ്യമായിട്ടേ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ, പഴയ സാധനങ്ങളൊക്കെ റീയൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ചെറിയ പൈസ മാത്രമേ ഈ പ്രാവശ്യം എനിക്ക് ഷോപ്പിങ്ങിനായിട്ട് ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ പോയത് ഫ്രൈഡേ ആയിരുന്നു. ഞായറാഴ്ചകളിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഇനിയിപ്പം പെരുന്നാളിൻ്റെ തിരക്കും കൂടി ആകുമ്പോൾ മിഠായി തെരുവ് എന്താ പറയുക, നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൂടി വരികയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് നടത്തുക ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. പിന്നെ ബുക്കിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. ഓരോ സാധനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 200 പേജിൻ്റെ നോട്ട്ബുക്കിന് വരുന്നത് 21 രൂപയാണ്. ഓരോ ഷോപ്പിലും ഓരോ റേറ്റ് ആയിട്ടാണ് കേട്ടോ അവിടെ വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 5-6 ഷോപ്പിൽ കയറി ഇറങ്ങി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കണമല്ലോ. അതുകൊണ്ട് കുറഞ്ഞ റേറ്റിന് എവിടെ നിന്നാണോ കിട്ടുക അവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്. എന്നാൽ ക്വാളിറ്റി ഒട്ടും കുറവില്ലാത്തതുമാണ് കേട്ടോ വാങ്ങിയത്. എല്ലാ കടകളിലും ഏകദേശം ഒരുപോലെയുള്ള സാധനങ്ങളാണുള്ളത്. പക്ഷേ റേറ്റിന് നല്ല ഡിഫറൻറ്റ് വരുന്നുണ്ട്. ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യല്ലോ. പക്ഷേ നമ്മൾ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നോട്ട്ബുക്കിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ്. 200 പേജിൻ്റെ സാധാരണ നോട്ട്ബുക്കിന് വരുന്നത് 30 രൂപയാണ് MRP വരുന്നത്. പക്ഷേ നമുക്കത് കിട്ടിയത് 21 രൂപയ്ക്കാണ്. കോളേജ് നോട്ടിന് 28 രൂപ, അല്ലാത്ത സാധാരണ 200 പേജിൻ്റെ നോട്ടിന് വെറും 21 രൂപ. ഇനി ഇതിനും കുറഞ്ഞ നോട്ട്സൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊക്കെ ക്വാളിറ്റി വളരെ കുറവാണ്. പേജൊക്കെ ഇങ്ങനെ സ്പ്രെഡ്
റെഡ് ആവുന്ന ആ ഒരു രീതിയിലുള്ള പേജസൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ഒരു ബുക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബണ്ടിലായിട്ട് നോട്ട്ബുക്ക് എടുക്കാൻ കഴിയും, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. ഒരു ഡസനായിട്ടൊക്കെ കിട്ടുന്നുണ്ട്, 12 എണ്ണം വരുന്ന ഒരു സെറ്റ്. അതിന് 170 രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ. അത് നമ്മൾ അവിടെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത സമയത്ത് അതിന് എത്ര ചെറിയ പൈസ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ആ ഒരു ബണ്ടിൽ ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് നമ്മളത് വാങ്ങിയിട്ടില്ല. പിന്നെ ബുക്ക് കവർ ചെയ്യുന്ന ഈ ഒരു പേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നോർമലി ഉള്ള റേറ്റൊക്കെ തന്നെയായിരുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ ഈ ഒരു വലിയ റോൾ വാങ്ങിയിട്ട് നോട്ട്ബുക്ക് കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇത് വലിയ ബണ്ടിലാണ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യം, ഈ ഒരു റോളിൻ്റെ ആവശ്യം വരുന്നില്ല. നോട്ട്ബുക്സ് കവർ ചെയ്യാൻ ശരിക്കും ചെറുത് തന്നെ ഉണ്ട്. അത് അറിയുന്ന കൂട്ടുകാരുണ്ടാകും, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. വലിയ റോൾ വാങ്ങി ഒരിക്കലും ചെറിയ നോട്ട്ബുക്ക് കവർ ചെയ്യരുത്. ചെറിയ നോട്ട്ബുക്ക് കവർ ചെയ്യാനായിട്ട് ചെറിയ റോൾ തന്നെ വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ലഞ്ച് ബോക്സ്. ലഞ്ച് ബോക്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മളൊന്നും കാണാത്ത ടൈപ്പ്, നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും ഇല്ലാത്ത അത്രയും മനോഹരമായിട്ടുള്ള ചിത്രങ്ങളും കാർട്ടൂണിൻ്റെ ഓരോ കോപ്പി പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള ലഞ്ച് ബോക്സ് ഒക്കെ അവൈലബിൾ ആണ്. 500 രൂപ മുതലാണ് ലഞ്ച് ബോക്സിൻ്റെ പ്രൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് എനിക്ക് കിട്ടിയത് വെറും 350 രൂപയ്ക്കാണ് കേട്ടോ. 350 രൂപയ്ക്ക് നമുക്ക് ലഞ്ച് ബോക്സ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറേ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഏത് എടുക്കണമെന്ന്. പക്ഷേ എനിക്ക് തോന്നിയത് നമ്മൾ വിസിബിളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം അവർ നല്ലോണം ക്ലീൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ നമ്മളും അങ്ങനെ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താൽ അത് അവരുടെ ഹെൽത്തിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ വിസിബിളായിട്ട് നമുക്ക് ബ്രഷൊക്കെ യൂസ് ചെയ്ത് ഈ ഒരു ലിഡിൻ്റെ ഉള്ളിലൊക്കെ ബ്രഷ് യൂസ് ചെയ്തൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നല്ല തിക്കുള്ള നല്ല സ്റ്റീലിൻ്റെ വിസിബിളായിട്ടുള്ള പാത്രം തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കാസ്ട്രോൾ ടൈപ്പ് അതൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതൊക്കെ പ്ലാസ്റ്റിക്കാണ്. പിന്നെ ലോക്ക് വരുന്നതാണ്. അതൊക്കെ ജസ്റ്റ് ചിലപ്പോൾ താഴെ വീഴുമ്പോഴേക്കും ലോക്കിംഗ് സിസ്റ്റം ഒക്കെ പൊട്ടിപ്പോയാൽ പിന്നെ നമുക്കത് യൂസ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ടിഫിൻ തന്നെ സെലക്ട് ചെയ്തത്. പിന്നെ നമ്മൾ പൗച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പൗച്ചൊക്കെ ഒരുപാട് കളക്ഷൻസിലുണ്ട് കേട്ടോ, വെറൈറ്റി കളേഴ്സിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു കളറാണ്. ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട് പൗച്ച് കാണാൻ. അതുപോലെ ഇതിന് 80 രൂപയോ 90 രൂപയോ എങ്ങാണ്ട് ആയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി ഉണ്ട്, സിബൊക്കെ നല്ല സ്മൂത്താണ്. അങ്ങനെ 2 ഡബിൾ സൈഡ് സിബ് വരുന്ന നല്ലൊരു പൗച്ച് കിട്ടി. പിന്നെ റബ്ബർ കട്ടറൊക്കെ ഞാൻ സിംഗിൾ പീസാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. റബ്ബറും കട്ടറൊന്നും നമ്മൾ ബൾക്കായിട്ട് വാങ്ങുന്നതിലും നല്ലത് ഇങ്ങനെ സിംഗിളായിട്ട് വാങ്ങുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബൾക്കായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് വലിയ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ ബോട്ടിലിൻ്റെ പ്രൈസ് വരുന്നത് 110 രൂപയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനം തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഗ്ലാസ് അല്ല, ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്ന ടൈപ്പുള്ള ബോട്ടിലാണ്. അത്യാവശ്യം തിക്കിലാണ് ആ ബോട്ടിലൊരു മെറ്റീരിയൽ ഉള്ളത്. പിന്നെ നമ്മൾ സ്നാക്സ് ബോക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 3D ചിത്രമൊക്കെ വരുന്ന നല്ലൊരു സ്നാക്സ് ബോക്സ് ആണ്. ഇതിനേക്കാളും നല്ല കളക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ട് ഒരു 150 രൂപയോളം വരുന്ന ഒരു സ്നാക്സ് ബോക്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഒഡീസിയയുടെ ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ MRP വരുന്നത് 369 രൂപയാണ്. 300 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. MRPൻ്റെ പ്രൈസിനേക്കാളും 69 രൂപ നമുക്ക് കുറച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒയാസിസിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നല്ലൊരു ലാഭമായിട്ടുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ഫാൻസി ഐറ്റംസിന് എനിക്ക് തോന്നി. നമ്മുടെ ലിസ്റ്റിലില്ലാത്ത സാധനമാണ്, പക്ഷേ ഇതിൻ്റെ പ്രൈസ് കണ്ടിട്ട് ഞാനത് മേടിച്ച് പോകുന്നതാണ് കേട്ടോ. സ്കൂൾ തുറന്നാൽ എന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണല്ലോ ഇത്. അപ്പോൾ ഞാനിത് നാട്ടിലെ ഫാൻസിൽ നിന്ന് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രൈസ് കേട്ടപ്പോൾ വാങ്ങിക്കണമെന്ന് തോന്നി. ഈ ഒരു ഹെയർ ബണ്ണിന് ഒന്നിന് 10 രൂപ എങ്ങാണ്ടോ കൊടുക്കണം, 5-10 രൂപ കൊടുക്കണം. പക്ഷേ നമുക്കിത് അവിടെ നിന്ന് കിട്ടിയത് 6 പീസിന് വെറും 30-20 രൂപയാണ് ഈ ഒരു ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ക്ലിപ്പിൻ്റെ ഒരു ബോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ടോട്ടലി ഇതെല്ലാം കൂടെ 80 രൂപയ്ക്ക് കിട്ടി കേട്ടോ. ഹെയർ ബണ്ണിന് എനിക്ക് തോന്നുന്നു 10 രൂപയാണെന്ന്. എനിക്കതൊരു ലാഭമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാനത് അവിടെ നിന്ന് മേടിച്ചു. പിന്നെ നമ്മൾ കിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള കിറ്റ് തന്നെയാണ്. ഉള്ളിലും പുറത്തൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് വരുന്ന കിറ്റ് തന്നെയാണ് വാങ്ങിയത്. പിന്നെ കിറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് കളർ ചൂസ് ചെയ്യരുത്. ഡാർക്ക് കളറുള്ള കിറ്റ് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിൻ പോയിൻറ്റ് പെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് മുഴുവനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് വലിയൊരു വില വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. നമ്മളെ നാട്ടിലെ കടകളിൽ നിന്ന് വാങ്ങുന്ന അതേ റേറ്റ് തന്നെയാണ് ഈ ഒരു പെന്നിൻ്റെ പാക്കറ്റിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗായിരുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇതിന് യാതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് വെയിലുള്ള സമയത്ത് തന്നെ വാഷ് ചെയ്ത് ഉണക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ 2 ബാഗായി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ടോട്ടലി ആയിട്ടുള്ള പ്രൈസ് 4500 അതിൽ യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് ചാർജ്, പിന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രൈസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ പ്രാവശ്യത്തെ ഷോപ്പിങ്ങിനും ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി നമുക്ക് ചിലവായ പൈസ ആകെ 4500 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ട്രിക്സും ടിപ്സൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.